ബജറ്റിന്റെ അകത്തേക്ക് വരും, നിങ്ങൾക്കത് ബാധ്യതയാവും എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ആ ബാധ്യത കൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടുകയാണ്, കടമെടുക്കാൻ പറ്റാതെ പ്രയാസപ്പെടുകയാണ്. നിങ്ങൾ പറഞ്ഞ 57,600 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. കേരളം മുഴുവൻ നവകേരള സദസ്സിൽ പ്രസംഗിച്ചു, സുപ്രീം കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ കൊടുത്തു. ഞാനത് മുഴുവൻ വായിച്ചു നോക്കി. വലിയ പാടാ, ഒരുപാടുണ്ട്. ഒരു സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് 57,600 കോടി രൂപ കിട്ടാനുണ്ടെന്ന്. അങ്ങനെ സംഭവമില്ല. അത് നിങ്ങളൊരു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്. ഇത് ഇങ്ങനെ കിട്ടുമായിരുന്നു. അതായത് 5 കൊല്ലത്തേക്കാണ് GSTയുടെ കോമ്പൻസേഷൻ. കേട്ടോ സാർ, 5 കൊല്ലത്തേക്കാണ് കോമ്പൻസേഷൻ. പാർലമെന്റ് പാസ്സാക്കിയ നിയമം വാറ്റിലും അങ്ങനെയായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞാൽ അത് കിട്ടില്ല. എല്ലാവർക്കും അറിയാം കിട്ടില്ല എന്ന്. അപ്പൊ ഇവരുടെ കണക്കാണ് 5 കൊല്ലം കഴിഞ്ഞിട്ടും ഇത് കിട്ടുമായിരുന്നുവെങ്കിൽ ഒരു 12,000 കോടി. അങ്ങനെയൊക്കെയാണ് കണക്കെഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ കിട്ടുന്നത് എങ്ങനെ? പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിൽ എങ്ങനെയാണ് കിട്ടുന്നത്? ആ പണം എങ്ങനെ കിട്ടുന്നത്? ശരി, ഇത് നമുക്കൊരു പ്ലാൻ വേണം, നമുക്കൊരു സമീപനം വേണം, നമുക്കൊരു ഓൾട്ടർനേറ്റീവ് വേണം, അഡ്രസ് ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളത് ചെയ്യുന്നില്ല. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതാണ്, ദ മോസ്റ്റ് ഇൻഎഫിഷ്യന്റ് ടീം കേരള ഹാസ് എവർ സീൻ. കേരളം കണ്ട ഏറ്റവും കാര്യപ്രാപ്തി കുറഞ്ഞ ഒരു ടീമാണ് നിങ്ങളുടെ ടീമെന്ന് ഞങ്ങൾ പറഞ്ഞു ജനങ്ങളോട്. ഇലക്ഷനിൽ പറഞ്ഞു. ഓരോ വകുപ്പ് എടുത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് സംസാരിച്ചു. പലരും നിങ്ങളെ മന്ത്രിമാരുടെ കഴിവില്ലായ്മയും അതല്ല, വ്യക്തിപരമായ കാര്യമല്ല, നിങ്ങൾക്ക് പൈസ ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇനി ആഗ്രഹം വന്നാൽ പോലും അത്ഭുതങ്ങൾ ഉണ്ടാക്കണം, വിസ്മയം ഉണ്ടാക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹത്തിലൊക്കെ തന്നെ വന്നത്. ഞങ്ങളാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇൻഎഫിഷ്യൻസി ടു ദ കോർ. അതാണ് നിങ്ങളുടെ മുഖമുദ്ര, നിങ്ങളുടെ സർക്കാരിൻ്റെ മുഖമുദ്ര അതാണ്. നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കൊടുത്ത് വായിച്ച ആളിൽ ചിരിക്കും. ഇങ്ങനെ ചിരിപ്പിച്ച് ഞങ്ങളെ മണ്ണ് കപ്പിക്കരുത് എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. നിങ്ങൾ ഒരു വലതുപക്ഷ ചിന്താഗതിക്കാരാണ്, റൈറ്റ് എക്സ്ട്രീമിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. കേരളത്തിനൊരു പ്രയോറിറ്റി ഉണ്ട്, നമ്മൾ വർഷങ്ങളായി കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് നിങ്ങൾ മാറിപ്പോവുക, നിങ്ങൾ വേറെ വഴിക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വേറൊന്നും പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് നല്ലതാണ്. സംസ്ഥാനം അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത്. ഞാൻ ഓരോ വകുപ്പെടുത്തും പറഞ്ഞുതരാം. ഓരോ വകുപ്പും നേരിടുന്ന ക്രൈസിസ്. ലംസൺ ഗ്രാൻഡിൻ്റെ പ്രശ്നം ബഹുമാനപ്പെട്ട പട്ടികജാതി മന്ത്രിക്ക് അറിയാമല്ലോ. ഇത്രയും ഒരു ഡിലേ, അവർക്ക് പട്ടികജാതിക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് ഇത്രമാത്രം ഒരു ഡിലേ വന്ന കാലം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത്? കാരണം എന്താ? അത് നമ്മുടെ പ്രയോറിറ്റി ആയിരുന്നു അന്നൊക്കെ. അത് കൊടുത്തിട്ടേ വേറെ കളിക്കുള്ളൂ. സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങളാണ് പട്ടികജാതി പട്ടികവർഗക്കാർ. അവർക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട ഒരു ആനുകൂല്യം നിങ്ങൾ കൊടുക്കുന്നില്ല, നിങ്ങൾ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ പ്രയോറിറ്റി അതല്ല. നിങ്ങളുടെ പ്രയോറിറ്റി ഇവിടെ കേരളീയം നടത്തി, ആർഭാടം നടത്തി, ഈ തുലാവർഷ മഴക്കാലത്ത് ചെളിയിൽ ഉത്സവം നടത്തുകയായിരുന്നു. നിങ്ങൾക്ക് നവകേരള സദസ്സ് നടത്തി ആർഭാടം നടത്തുകയായിരുന്നു. അതാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി മാറിപ്പോയി. ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രയോറിറ്റികളിലേക്ക് നിങ്ങൾ പോകുന്നു എന്നതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. സാർ, ഈ പൊതുഭരണത്തിനെ സംബന്ധിച്ച മറ്റു വകുപ്പുകളെയും സംബന്ധിച്ച ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ ശക്തിയായി എതിർക്കുന്നു. ഹെൽത്ത് മിനിസ്റ്റർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? സർ, ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ പറഞ്ഞ ഒരു കാര്യം വസ്തുതാപരമല്ല. കാരണം ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് 47 ലക്ഷം ആളുകൾ കോവിഡ് മൂലം മരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിലെ കണക്ക് 4,70,000 ആളുകളാണ്. സർ, കേരളം വളരെ കൃത്യമായി ഓരോ കോവിഡ് കേസും ഓരോ ഡെത്തും അടയാളപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനമാണ്. കേരളത്തിൽ 72,000-ഓളം കോവിഡ് ഡെത്തുകളാണ് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ടുള്ള ഡേറ്റയാണ് സർ. നമ്മൾ ഈ സഭയിൽ ഇപ്പോൾ ഇരിക്കുന്നു, നമുക്ക് മുൻപേ നടന്നവരും എത്രയോ വർഷങ്ങളായി കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ കെട്ടിപ്പടുത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ് സർ. അതുകൊണ്ടൊരു മഹാമാരിയെ സംബന്ധിച്ചും രോഗത്തെ സംബന്ധിച്ചും ജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ വിരോധം മൂലമുള്ള അദ്ദേഹം എന്തും സഭയിൽ പറയാമെന്നുള്ളൊരു നില ഉണ്ടാകരുത് സാർ. അദ്ദേഹം അത് കറക്റ്റ് ചെയ്യണം. കേരളം വളരെ കൃത്യമായി തന്നെ ഡേറ്റ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ്. അത് മികച്ച രീതിയിൽ തന്നെ ചെയ്തു.